വെളുപ്പിനെ 4 മണിയുടെ ഷോയ്ക്ക് ഞാനും കസിനും കൂടെ ഇന്ന് പുഷ്പ കാണാനായിട്ട് പോയി. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓൾറെഡി ഹിറ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡിൽ അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് പോയത്. സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റത്തെ പരിപാടിയുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അല്ലു അർജുൻ്റെ. സത്യം പറഞ്ഞാൽ എന്തിനാണ് അത് എടുത്തു വെച്ചേക്കുന്നതെന്ന് ഇപ്പോഴും സിനിമ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടും മനസ്സിലായിട്ടില്ല എന്തിനാണ് അങ്ങനെ ഒരു ഷോട്ട് എടുത്ത് വെച്ചേക്കുന്നത്. വൻ പദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷൻ തന്നെ സിനിമയെ ആദ്യമേ തന്നെ മടുപ്പിച്ച്. പിന്നെ അത് നോർമലായി. നമ്മൾ പുഷ്പ 1 കാണുന്ന പോണക്ക് തന്നെ പുഷ്പ 2 വന്ന പോണക്കത്തുള്ള ആ സീനുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ സിനിമ പോകാൻ നേരത്ത് വീണ്ടും മന്ദാനയുടെ ക്രിഞ്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിഞ്ചിൻ്റെ ഒരു ആറാട്ടാണ് മന്ദാന സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഫഹദ് ഫാസിൽ വന്നു കഴിയുമ്പം പിന്നെയും കുറച്ചുകൂടെ സിനിമ രസമായിട്ടൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അല്ലു അർജുനും ഫഹദും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ക്ലാഷൊക്കെ വരാൻ നേരത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വരുന്നത്. ഇൻ്റർവെൽ വരെയും വലിയ കുഴപ്പമില്ല. പിന്നെ സിനിമയിൽ സഹിക്കാൻ പറ്റാത്തതായിട്ട് വന്നത് പാട്ടാണ്. ഒരു കാര്യമില്ല, അത് ചുമ്മാ ഇങ്ങനെ പാട്ടിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ പാട്ട് ആഡ് ചെയ്ത് അതെല്ലാം പോട്ടെ നോക്കാം. ഒരു പാട്ട് കഴിഞ്ഞൊരു 10 സെക്കൻഡ് ആകുന്നതിന് മുൻപ് അടുത്ത പാട്ട്. എന്തിനാണെന്ന് മനസ്സിലായില്ല. ആകെ സിനിമ മൊത്തത്തിൽ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് അമ്പലത്തിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അല്ലു അർജുൻ ട്രെയിലറിനകത്ത് കാണുമ്പോൾ നമുക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു ഫൈറ്റ് പരിപാടിയുണ്ട്. അത് മാത്രമാണ് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത്. ബാക്കി ഫൈറ്റൊക്കെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ശരിക്കും ഇത്രയും പൈസയൊക്കെ മുടക്കി പുഷ്പ ഓൾറെഡി വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അത്രയും ഹിറ്റ് ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് അവർ കൊണ്ടുവന്നതാണ്. ഇല്ല, ഫൈറ്റൊക്കെ വൻ വധവാണ്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ക്ലൈമാക്സ് അല്ല, ഇതൊരു അടുത്ത പാർട്ടിലേക്കാണ്. വീണ്ടും പുഷ്പ 3 എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം ക്ലൈമാക്സിന് മുൻപായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ വൻ പദമാണ്. അതായത് നമ്മുടെ പുഷ്പ 1 കൈ കെട്ടിയിട്ടിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ശരിയാണ്, നമുക്ക് കാല് ഫ്രീ ആണ്. അപ്പോൾ അല്ലു അർജുന് ഫൈറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് കൈയും കാലും കെട്ടിയിട്ടിട്ടൊരു ഫൈറ്റുണ്ട്. ഫൈറ്റാണോ കടിയാണോ, നിങ്ങൾ സിനിമ തന്നെ കാണുക. സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഫൈറ്റൊക്കെ ഭയങ്കര ബോറായിരുന്നു. അതുപോലെ തന്നെ പാട്ട് ഒരാവശ്യമില്ലാതെ കുറേ പാട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് പാട്ട് ആഡ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെ വീണ്ടും വരാം. അതായത് ഫസ്റ്റ് ഹാഫ് ഫഹദും അല്ലു അർജുനും കൂടെ വരാൻ നേരത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. ഇൻ്റർവെൽ വരെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നൊന്നുമല്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ കങ്കുവ കണ്ടതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ടാണ് നമ്മൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിന്ന് ഞങ്ങൾ പോയപ്പോൾ കസിനോട് പറയുകയും ചെയ്തടാ, നമ്മൾ പൊതുവേ ഫാൻ ഷോയ്ക്ക് പോകുന്ന സിനിമകളെല്ലാം 8 നില പൊട്ടുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞടാ, ഇല്ലടാ ഇത് വിജയിക്കും, പുഷ്പ 2 സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും എന്നുള്ള ബേസിലൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷേ കൂടുതലൊന്നും പറയാനില്ല, അത്രയ്ക്ക് മോശമായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റിനോട് ഒരു രീതിയിലും നീതി പുലർത്തിയില്ല. സുകുമാറിൻ്റെ ഡയറക്ഷനാണെങ്കിലും സ്ക്രീൻ പ്ലേ ഒക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ സ്ക്രീൻ പ്ലേ ഒന്നും ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല, അത്രയ്ക്ക് മോശമായിട്ടാണ്. പിന്നെ ഡയലോഗൊക്കെ ഭയങ്കര ബോറാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇൻ്റർവെൽ പഞ്ചിൽ ഫഹദ് പറയുന്നൊരു ഡയലോഗൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ഹാഫിൽ എന്തോ ഉണ്ട്. അങ്ങനെയാണ് ഇൻ്റർവെല്ലിൽ പോലും അവരെടുത്ത് വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിലായിരിക്കുമല്ലോ, ഒരു മാസ് സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് അത്ര ഹെവി ആയിട്ട് ചെയ്യണം. അത്രയും നേരം ആ സിനിമ സംവിധാനം ചെയ്തത് സുകുമാറാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് കങ്കുവയുടെ ഡയറക്ടർ അല്ലെ സിരുത്തെ അണ്ണാത്തേക്ക് എടുത്ത് ശിവ ഡയറക്റ്റ് ചെയ്ത പോണക്കാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പൊന്നോ, പാസമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര പാസം. സഹോദരൻ പാസം, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ മോളുണ്ട്, ആ ഒരു പാസം. അങ്ങനെ
ഒരു സൈഡിൽ കൂടെ മന്ദാനയുടെ വെറുപ്പിൽ നല്ല ക്രിഞ്ച് പരിപാടി നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അന്നേരമാണ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നിട്ട് ഈ പാസം പരിപാടി ഇവിടെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വരെ കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു രീതിയിലും കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള പരിപാടിയാണ് സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഞങ്ങളാ ഇരുന്ന ഒരു 9 പേരിൽ ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം ഇരുന്നൊക്കെ ആൾക്കാരെല്ലാം, ഞാനും കസിനും കൂടാതെ നമ്മുടെ കൂടെ ഇരുന്നവരൊക്കെ സിനിമയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. കരയുന്ന സീനുണ്ട്. ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് പാസമൊക്കെ കാണിക്കുമ്പം ഓൾമോസ്റ്റ് തിയേറ്ററിൽ ഇരുന്ന ആളുകളെല്ലാം നല്ല ചിരിയാണ്. നല്ലപോലെ ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല പോലെ ചിരിക്കാനുണ്ട്. അത് അവർ കോമഡി ചെയ്തിട്ടൊന്നുമില്ല, അവർ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്കതെല്ലാം ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്ക് മോശമായിട്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തു വച്ചേക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ടോട്ടലി വേസ്റ്റാണ്, ടോട്ടലി വേസ്റ്റ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക. ആലോചിച്ചതിന് ശേഷം മാത്രം സിനിമ കാണാനായിട്ട് പോവുക. പിന്നെ പുഷ്പ 1 കണ്ടതുകൊണ്ട് 2 എത്ര മോശമാണെങ്കിലും കാണണം. ഞാൻ കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിട്ടേ അത് എനിക്കതിൻ്റെ ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. അല്ലാതെ നല്ലൊരു സിനിമ കാണാനായിട്ടാണെങ്കിൽ പുഷ്പ 1 നീതി പുലർത്താൻ ഒരു രീതിയിലും പുഷ്പ 2 സാധിച്ചിട്ടില്ല. അപ്പോൾ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം സിനിമ കാണാനായിട്ട് പോവുക. അത്രയ്ക്ക് മോശമായിട്ടാണ്. കങ്കുവയ്ക്കപ്പുറം ഇതിലും വലിയൊരു ഭയങ്കര മോശം, കൂടുതലൊന്നും പറയാനില്ല. വളരെ മോശം സിനിമയാണ്. അല്ലു അർജുനിൽ നിന്നാണേലും സുകുമാറിൽ നിന്നാണേലും മികച്ചൊരു സിനിമ പ്രതീക്ഷിച്ചാണ് പോയത്. അത് കിട്ടിയില്ല. നല്ല നിരാശയുണ്ട്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇത്രയും മോശം സിനിമയായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പറയാം. ഓക്കെ.